അറിവില്ല. ഇപ്പോഴത്തെ രീതിയിൽ നന്നായിട്ട് നോക്കി നല്ലോണം സ്വന്തം പണി വാങ്ങി മെച്ചപ്പെട്ടു പോകും. പിന്നെ വില കൂടുതലുണ്ട്, വിളവെടുക്കുന്നവരുണ്ട്. അതായത് ഒരേക്കർ സ്ഥലത്ത് എൻ്റെ അറിവിൽ പല സ്ഥലങ്ങളിലും ഒരു 1,50,000 കുറയാതെ എടുക്കുന്നവരുണ്ട്. ആവറേജ് ഞാൻ പറയുന്നത് ചിലപ്പോൾ 2,00,000 കിട്ടും. നല്ല സ്ഥലമൊക്കെയാണ്, അങ്ങനെ എടുക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. 750 വാഴയാറ്റ വയ്ക്കാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ 750 വാഴ ശരാശരി 15 കിലോ 20 കിലോ വാഴ വയ്ക്കുന്നുണ്ട്. 50 രൂപ വിലയാണ് ഒരു വാഴയ്ക്ക്. 1000 രൂപ കിട്ടി. അപ്പോൾ കേടുകൂടാതെ കിട്ടുവാണെങ്കിൽ പണിത ഒരു 250 രൂപ മുടക്ക് പാട്ട ചെയ്തും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 300 വന്നാലും ബാക്കി 700 അവന് ലാഭം. എപ്പോഴും പുറകെ നടക്കണം. അതാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാധനം വെച്ചാലും പുറകെ നടക്കണം. നല്ല ജാതിയാണെങ്കിൽ വിലയുണ്ടെങ്കിൽ ഒരു 300 രൂപ തോതി നിന്നാൽ മതി. ജാതിക്കായ്ക്ക് മാത്രം കൃഷി ചെയ്തെടുത്താൽ മര്യാദ പൈസ കിട്ടും. അതുപോലെ കൊക്കോ നന്നായിട്ട് നോക്കിയിടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനത്തിന് പൈസ കിട്ടും, നല്ല പൈസ കിട്ടും. ചെറുപ്പത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ, ഞങ്ങൾ 5 പിള്ളേരാണ്. അച്ഛന് കിട്ടുന്ന പൈസ കൊണ്ട് അച്ഛൻ അതിലെങ്കിലും പോകും. പിന്നെ സ്വല്പം അരി മേടിക്കൊണ്ട് വരും. അമ്മയാണ് കുടുംബം നോക്കണ ആൾ. ഞാൻ പോലും നോക്കുന്നില്ല. അമ്മ ബാക്കിയുള്ള പിള്ളേരെയും എന്നെയും വളർത്തു വിട്ടു. ഒരു 3-ാം ക്ലാസ് വരെ കഷ്ടിപ്പോയി ഈ കറുക സ്കൂളിലാണ്. കഴിഞ്ഞപ്പോൾ പുസ്തകം വെള്ളം കളഞ്ഞിട്ട് മരത്തെ കയറാണ്, മരത്തെ പറിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും കിട്ടണം അമ്മയ്ക്ക് ഇച്ചിരിച്ച് കൊണ്ട് കൊടുക്കും, കിട്ടണ കൂട്ട്. അങ്ങനെ കയറി മരം കയറ്റക്കാരന് പേരായി. അന്ന് വലിയ പൈസ ഒന്നുമില്ല. ഞാൻ കയറുമ്പോൾ ഒരു 20 പൈസയൊക്കെ ആൾക്കാർ തരും. അത്രയും പൈസ ഉള്ളൂ. ഈ 1 പൈസ 2 പൈസയുള്ള കാലത്താണ്. അങ്ങനെ കയറി അപ്പോൾ അമ്മേനെ സഹായിക്കാനായിട്ട് കുറേശ്ശെ പൈസ കൊടുക്കും. പിന്നെ പെങ്ങന്മാർക്ക് അനിയന്മാർക്കൊക്കെ വേണമെങ്കിൽ ഇച്ചിരിച്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും.